നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉഴുന്നുവട റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നടുക്കൊരു തുളയുണ്ടാവുന്ന സ്റ്റൈലായതുകൊണ്ട് ഞാൻ എടുത്ത് പറയണം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് എപ്പോഴൊരു ബോണ്ട സ്റ്റൈലാണ്. പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മൾ നടുക്കൊരു തുളയുണ്ടാവും. അപ്പോൾ ആ സ്റ്റൈലിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇപ്പോൾ നോക്കാം. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഉഴുന്നുവടയ്ക്കുള്ള ഉണ്ട ഉഴുന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഉണ്ട ഉഴുന്ന്. ഈ ഉണ്ട ഉഴുന്ന് അത് തന്നെ നമ്മൾ എടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്ന് വേണം എടുക്കാൻ. കാരണം ഉഴുന്നിന് പഴക്കം കൂടുന്തോറും പൊതുവെ പതഞ്ഞ് വരില്ല. അപ്പോൾ നല്ലോണം പതഞ്ഞ് വരണമെങ്കിൽ, നല്ല പൊലിമയോടെ സോഫ്റ്റോടെ കിട്ടണമെങ്കിൽ പുതിയ ഉഴുന്നെടുക്കണം. അപ്പോൾ നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രഷ് ആണോ എന്ന് ചോദിച്ചിട്ട് മേടിക്കുക. ഇത് ഏകദേശം ഒരു 100 ഗ്രാം ഉഴുന്നുണ്ടാവും. ഈ ഉഴുന്ന് ഞാനിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് അത് അരച്ച് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ, അതായത് ഇതിൻ്റെ അരവിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിവൃത്തി ഉണ്ടെങ്കിൽ വീട്ടിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഗ്രൈൻഡറിലാകുമ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം കൊടുത്തിങ്ങനെ അരയ്ക്കണം. കുറേശ്ശെ. എന്നാൽ അധികം വെള്ളമാവാനും പാടില്ല, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. നമ്മളിപ്പോൾ വീടുകളിലൊക്കെ മിക്സിയിൽ ചെയ്യാതിരിക്കില്ല. പക്ഷേ മിക്സിയിൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പൊലിമ കിട്ടാൻ ഇത്തിരി ചാൻസ് കുറവാണ്. പിന്നെ ഏറ്റവും ഉത്തമം നമ്മൾ പഴയ കാലങ്ങളിൽ ആട്ടുകല്ലിൽ ഇങ്ങനെ അരച്ചെടുക്കുന്ന ഉഴുന്നാണ്. അതിൻ്റെ അത്ര രുചിയും ടേസ്റ്റും വേറെ ഒരു അരവിലും നമുക്ക് കിട്ടില്ല. ഇന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉണ്ട ഉഴുന്ന് തന്നെ നമ്മൾ കുതിർക്കാനിടുമ്പോൾ മാക്സിമം അരമണിക്കൂറേ നമ്മൾ കുതിർക്കാനിടാൻ പാടുള്ളൂ. കാരണം കുതിർത്തത് കൂടിക്കഴിഞ്ഞാൽ പതിഞ്ഞ് പൊങ്ങില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ, ഈ തോതിനനുസരിച്ചിട്ട്, ഈ ഉഴുന്നിന്റെ മാവിന്റെ തോതിനനുസരിച്ചിട്ട് ഒരു 3 പച്ചമുളക്, പാകത്തിനുള്ള ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, നമ്മുടെ ആവശ്യത്തിനുള്ള കായം. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. ഇനി നമുക്ക് ഉഴുന്ന് മാവ് വടയിടാൻ പാകത്തിന് എങ്ങനെയാണ് കലക്കേണ്ടത് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ആ പച്ചമുളക് ഇടുക. പാകത്തിനുള്ള ഉപ്പ് എപ്പോഴും നമ്മൾ കല്ലുപ്പെടുക്കരുത്, പൊടിയുപ്പ് തന്നെ എടുക്കണം. കാരണം കല്ലുപ്പിട്ടിട്ട് നമുക്കത് ശരിക്കും അലിഞ്ഞു ചേരില്ല, അപ്പം കടിക്കും. പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി, വേപ്പില, അരിഞ്ഞു വെച്ച വേപ്പില, പാകത്തിന് കുറച്ച് കായം, ഇത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കലക്കുക. കലക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചെടുക്കണം, വേറെ ഒന്നിനുമല്ല. ഇങ്ങനെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് പതഞ്ഞ് കിട്ടും. അടിച്ചു കൊടുക്കാന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വട സോഫ്റ്റ് ആവുക. ഞാനിപ്പോൾ കലക്കി വെച്ചേക്കണ വെള്ളാംശം ഇത്ര തന്നെ മതി. ഇതാണ് പരുവം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല എണ്ണ നല്ലോണം ചൂടായിരിക്കുമ്പോഴാണ് നമ്മൾ ഉഴുന്നുവട ഇടേണ്ടത്. ഈ രീതിയിൽ ഇപ്പൊ ഇട്ട് കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ തീ ഇത്തിരി ചെറുതാക്കണം. വേറൊന്നുമല്ല, തീ ചെറുതാക്കില്ലെങ്കിൽ മുകൾ വശം മാത്രം കറുക്കും, പക്ഷെ ഉള്ളി ശരിക്കും വേവില്ല. അതുകൊണ്ട്
നമ്മൾ തീ ചെറുതാക്കിയിട്ട് മൊരിയാനായിട്ട് കുറച്ച് നേരം വിടുക. ഇപ്പൊ നമ്മുടെ വട ഏതാണ്ട് റെഡിയായിട്ടുണ്ട്. നമുക്കിത് മാറ്റിയേക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട വെച്ചിട്ട് നടുക്കിങ്ങനെ തുളച്ചിട്ട്, ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ 2 വട കൂടുമ്പോൾ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചേക്കാം. കൈ ചെറുതായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ വട വൃത്തിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഊരിപ്പോരും. അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വടയെല്ലാം റെഡിയായിട്ടുണ്ട്. അതായത് ഉദ്ദേശം 100 ഗ്രാം ഉഴുന്നുപരിപ്പിൽ ഒരു 10-18 വടയോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മുടെ വീട്ടിലെ ഗൃഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ വടകളാണ്. റെസ്റ്റോറന്റിലാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കൂടി വന്ന ഒരു 10 വടയിൽ കൂടി നമുക്ക് ഇടാൻ പറ്റില്ല. വീട്ടിലേക്കൊക്കെ ആകുമ്പോൾ ഒരു 10, 16, 18 വടയൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡിയാണ്. ഇനി കറക്റ്റ് കോമ്പിനേഷൻ തേങ്ങാ ചട്നി, പച്ചമുളക് ഇട്ടതാണ്. ഇതിൽ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, ലേശം കായം ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഈ ചട്നി. ഈ ചട്നിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഓഹോ എന്ന് നമുക്കൊരു ഫീലിംഗ് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യം ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക. താങ്ക് യു.